സൈലം ലേണിംഗ് അനിറ്റ മിസ് ആണ്. അപ്പൊ മക്കളെ, ഇന്ന് മിസ് വന്നിരിക്കുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസിനെ പറ്റി പഠിക്കാനാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മള് ബലൂണുകളുടെ ഉത്സവം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ആഘോഷങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു ഫെസ്റ്റിവലാണ് നമ്മുടെ സ്വന്തം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പൊ തൃശ്ശൂർ പൂരത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമുക്കൊന്ന് പഠിച്ചാലാം നോക്കാം. അപ്പൊ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എവിടെ നടക്കുന്ന പരിപാടിയാണ്, ഏത് മാസമാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെറിയ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഇന്ന് മക്കളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് തൃശ്ശൂർ പൂരത്തെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുപോലെ ധാരാളം ചിത്രങ്ങൾ എന്റെ മക്കളുടെ മനസ്സിലേക്ക് വരും. ചിലപ്പോൾ എന്താണ്, നിങ്ങൾ ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നേരിട്ട് കാണാതെ ടിവിയിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെയും കണ്ട മക്കളുണ്ട്. അപ്പൊ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. എവിടെ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്, അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത്. ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്, നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തേക്കിൻകാട് മൈതാനത്തിൽ വെച്ചാണ് നമ്മുടെ തൃശ്ശൂർ പൂരം അരങ്ങേറുന്നത്. ഇനി ഈ തൃശ്ശൂർ പൂരം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ കാണുന്ന ശക്തൻ തമ്പുരാനാണ് ഇതാദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഈ ഒരു തൃശ്ശൂർ പൂരത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന്, നമ്മുടെ ഇലഞ്ഞിത്തറ മേളം, കുടമാറ്റം മുതലായവ. അപ്പൊ ഇതൊക്കെ മേ ബി നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സ്, അതായത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ അവർ ടിവിയിലൂടെ ലൈവായിട്ട് ഇത് കാണുന്ന എന്റെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ തൃശ്ശൂർ പൂരത്തെ പറ്റി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുക. പ്രധാനമായിട്ടും ഇത് ഏപ്രിൽ മാസത്തിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. എല്ലാ ഉത്സവങ്ങളുടെയും ഉത്സവമായിട്ടാണ് നമ്മൾ തൃശ്ശൂർ പൂരം കൊണ്ടാടുന്നത്. എല്ലാ വർഷവും ഏപ്രിലാണ് ഇത് നടത്തുന്നത് കേട്ടോ. ഇനി തേക്കിൻകാട് മൈതാനമാണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട വേദി. അതുകൂടാതെ ശക്തൻ തമ്പുരാനാണ് ഈ ഒരു ഉത്സവം അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ തൃശ്ശൂർ പൂരത്തിനെ പറ്റി കുറച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇതുകൂടാതെ നമ്മൾ വള്ളംകളിയിൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. ഓണത്തിനൊക്കെ എന്താണ്, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ധാരാളം വള്ളംകളികളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ എനിവേ, നിങ്ങൾ തൃശ്ശൂർ പൂരത്തെ പറ്റി ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ആരും മറന്നു പോകരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ അല്ലേടാ? അപ്പൊ ഇതുപോലെ തന്നെ മറ്റു ആഘോഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ കുട്ടി വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.